മെഡിക്ലെയിം പോളിസി കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ മികവ് മൂലം ധാരാളം ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അസുഖമായി കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ച് ഇന്ന് ചികിത്സിക്കാനായിട്ട് പരിധികളില്ലാത്ത ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ എന്ത് അസുഖങ്ങളിൽ നിന്നും മോചനം നേടി നമ്മുടെ ജീവിതം പഴയപടി തുടരുന്നതിനുള്ള സൗകര്യം ഇന്ന് നമുക്ക് വൈദ്യശാസ്ത്രവും അതുപോലുള്ള വികസന കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ പുറകെ രോഗങ്ങളും പുതിയ പുതിയ രോഗങ്ങളും കൂടെയുണ്ട്. കാരണം നമ്മുടെ ഭക്ഷണ ക്രമീകരണവും നമ്മുടെ വ്യായാമമില്ലായ്മയും മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ നമ്മൾക്ക് ഇന്ന് ലഭ്യമായ വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് അസുഖങ്ങൾ, വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ, നമ്മൾ അറിയപ്പെടാത്ത അസുഖങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള വൈദ്യശാസ്ത്രം നമുക്ക് ഒരു തുണയാണ്. പക്ഷേ ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നല്ല സാമ്പത്തികമായ ചെലവ് വരും. ആയതിന് നമ്മെ സംബന്ധിച്ച് ഒരസുഖം വന്നതിന് ശേഷം നാം മെഡിക്ലെയിം പോളിസി അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. കാരണം ഒരസുഖം വന്നതിന് ശേഷം ഒരു ഇൻഷുറൻസ് കമ്പനിയും നമ്മുടെ പേരിൽ ഇൻഷുറൻസ് തരാൻ തയ്യാറാവുകയില്ല. ആയതിനാൽ നമുക്ക് അസുഖം വരുന്നതിന് മുമ്പ് നാം അതിനുള്ള മുൻകരുതലുകൾ എടുത്തു വയ്ക്കണം. ഒരു പൈലറ്റ് വിമാനം പറത്തുന്നതിന് മുമ്പ് പാരച്യൂട്ട് കരുതി വെച്ച് കഴിഞ്ഞാലേ ഒരപകടം ഉണ്ടായി കഴിയുമ്പോൾ ആ പാരച്യൂട്ടിൽ കൂടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപകടം ഉണ്ടായതിന് ശേഷം പാരച്യൂട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പാരച്യൂട്ട് അന്വേഷിക്കേണ്ടി വരില്ല. അപ്പോൾ അതുപോലെ മെഡിക്ലെയിം പോളിസി നമ്മൾ എത്രയും വേഗം എടുക്കുകയും അതില്ലാത്ത ആളുകൾ ആവശ്യത്തിനുള്ള മെഡിക്കൽ സംരക്ഷണം നേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അസുഖം വന്നതിന് ശേഷം ഇത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏജൻറ്റുമാരെ സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം മെഡിക്ലെയിം പോളിസികൾ എടുക്കുക. വിവിധ തരത്തിലുള്ള പ്ലാനുകളുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്ലെക്സി ഫെസിലിറ്റീസുള്ള പ്ലാനുകളുണ്ട്. അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ടുള്ള പോളിസികളുണ്ട്. ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഷുറൻസ് കവറേജ് ലഭിക്കാവുന്ന പോളിസികളുണ്ട്. ഇന്നിപ്പോൾ ഇൻഷുറൻസ് മെഡിക്ലെയിം പോളിസി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുക എന്നുള്ളത് ഒരു മരീചികയൊന്നുമല്ല. പണ്ട് കാലത്തൊക്കെ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ കിട്ടിയെന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അതൊക്കെ മാറി സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട്, മികവ് കൊണ്ട് നമുക്കിപ്പോൾ ഒരസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയുടെ ഡോക്യുമെൻറ്റ്, ഐഡൻറ്റിറ്റി കാർഡും ഉൾപ്പെടെ നമ്മൾ ഏത് ആസ്പത്രിയിലാണ് നമ്മൾ അഡ്മിറ്റ് ആയേക്കണേ അവിടെ നമ്മൾ അപ്പോൾ തന്നെ കാണിച്ചു കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഡിസ്ചാർജ് ആകാൻ കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ആസ്പത്രിക്ക് പൈസ കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ വളരെ സുതാര്യതയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് നമ്മുടെ പോളിസിയുടെ നമ്പർ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് എന്തായി, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആസ്പത്രിയിൽ അസുഖം വന്ന് അഡ്മിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അവരെ അറിയിച്ച് ഹോസ്പിറ്റലിലെ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് അവരത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇമെയിൽ വരും. ഇമെയിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപ്പോൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൈസ കിട്ടുക എന്നുള്ളതൊന്നും ഒരു ബുദ്ധിമുട്ടുമല്ല. ശരിയായ മാർഗത്തിലൂടെ ഇപ്പോൾ ചിലർ നമുക്ക് മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച് പോളിസി ചേർന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ശരിയായ മാർഗത്തിലൂടെ ഇപ്പോൾ നമ്മളൊരു അസുഖം വന്നു, ഒരു വലിയ മാരകമായ അസുഖം, അത് വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ അത് പരിശോധിച്ച് കഴിയുമ്പോൾ അയാൾ കൃത്യമായി എഴുതി വയ്ക്കും ഇത് എക്സിസ്റ്റിംഗ് ഡിസീസാണെന്ന്. കാരണം കാലങ്ങളായിട്ടുള്ളത് അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള റെക്കോർഡും അല്ലാതെ ശരിയായ ഒരു തരത്തിലുള്ള അസുഖത്തിന് ചികിത്സിക്കാൻ ഒരു റെക്കോർഡും അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്നുണ്ടായ രീതിയിലുള്ള അസുഖമാണെന്നും നിഗമനം നടത്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് എല്ലാം
തകിടം മറിയും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുള്ള കാര്യം കറക്റ്റായിട്ട് പറയുക, ചേരുന്ന സമയത്തായാലും ഉള്ള കാര്യം കറക്റ്റായിട്ട് പറയുക. നമ്മൾ ചേരുമ്പോൾ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ആസ്പത്രിയിൽ ചേരുമ്പോൾ എനിക്ക് ഇത്ര കാലമായിട്ട് ഇന്ന അസുഖങ്ങളുള്ളതാണ്, അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവിടെ പറഞ്ഞ് ചികിത്സയും തേടി കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോണില്ല. കാരണം നമ്മൾ ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്ത റെക്കോർഡാണ് ഇൻഷുറൻസ് കമ്പനിക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിയായ മാർഗത്തിലൂടെയുള്ള നേരായ മാർഗത്തിലൂടെ യഥാവിധി നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിന്ന് പൈസ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. കിട്ടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. നല്ല ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ പ്രയോജനപ്രദമാണ്. ഞാൻ യുണൈറ്റഡിൻ്റെ ഇൻഷുറൻസ് കമ്പനിയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ 46 വർഷമായിട്ട് ഇൻഷുറൻസ് മേഖലയിലുള്ള എൻ്റെ പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ യുണൈറ്റഡിൻ്റെ ഇൻഷുറൻസ് കമ്പനി വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ക്ലെയിമുകളൊന്നും ഒരു ഡിലേ ഇല്ല. ക്ലെയിം അവരല്ല സെറ്റിൽ ചെയ്യണേ, അത് തേർഡ് പാർട്ടി ഏജൻസീസിന് സെറ്റിൽ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ IRD അത്തരത്തിലുള്ള ക്രമീകരണം ചെയ്തേക്കാണല്ലോ. ഇൻഷുറൻസ് കമ്പനി നമ്മളാ പോളിസി എഴുതി കഴിഞ്ഞാലും അതിൻ്റെ ക്ലെയിം കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടി ഏജൻസീസാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നത്. അപ്പോൾ തന്നെയുമല്ല, അതും ഇതുപോലെ തന്നെ പ്രോസസ്സിങ്ങൊക്കെ എന്തൊക്കെയായി അതിൻ്റെ ട്രാക്ക് ചെയ്യാനൊക്കെ ഏജൻറ്റിന് സാധിക്കും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സാങ്കേതികവിദ്യ പരിജ്ഞാനമുള്ള ഒരു ഏജൻറ്റിനെ സംബന്ധിച്ച് ക്ലെയിം സ്റ്റാറ്റസ് നോക്കാനും അതിൻ്റെ ട്രാക്ക് ചെയ്യാനും അതിന് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ സെക്കൻഡ് വെച്ച് കൊടുക്കാൻ സാധിക്കും. കാരണം അതിനൊക്കെ ഇപ്പോൾ ടെക്നോളജി അത്രയും ഡെവലപ്ഡാണ്. സാങ്കേതികവിദ്യ അറിയാവുന്ന ഒരു ഏജൻറ്റാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. തന്നെയല്ല, കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സ്പീഡിയാണ്. അതിനുള്ള സാങ്കേതികവിദ്യ ഉണ്ട്, അതാണ് അതിൻ്റെ മുഖ്യ കാരണം. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിക്ലെയിം പോളിസികൾ എത്രയും വേഗം ചേരുക. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും. പോളിസി സംബന്ധമായ വിവരങ്ങൾക്ക് കൂടുതൽ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുക. PO ദേവസി, മൊബൈൽ നമ്പർ 94 46 21 50 19, ഇമെയിൽ licdevasi@gmail.com, യൂട്യൂബ് LIC ദേവസി. ഓക്കെ, താങ്ക് യു.